ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഹായോ, പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു റിക്വസ്റ്റോട് കൂടി ഈ വീഡിയോ തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്നവരിൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ലാത്തവരുണ്ടാകാം, കുറച്ച് അറിയാവുന്നവരുണ്ടാകാം, ഇംഗ്ലീഷ് നന്നായി അറിയാവുന്നവരുണ്ടാകാം. നിങ്ങൾ ആരു തന്നെയായാലും ഈ വീഡിയോ പൂർണ്ണമായി കാണണം, പൂർണ്ണമായി കേൾക്കണം. ഇതൊരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് അധികം വിരസത നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. തീർച്ചയായിട്ടും അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങളിൽ പലരും എന്നെ അറിയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ്. ഇന്നൊരു സാധാരണ മലയാളിയെ, ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പോയ ഒരു മലയാളിയെ സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിപ്പിക്കുവാനും അതുപോലെ തന്നെ എഴുതിപ്പിക്കുവാനും അനേകം യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലേറ്റവും നല്ലതേതാണ്, ഏറ്റവും പ്രയോജനകരമായത് ഏതാണ്, ഏറ്റവും ഉത്കൃഷ്ടമായത് ഏതാണ്? എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും, അത് എൻ്റെ ചാനലാണ്. ഈ യൂട്യൂബ് ചാനലുകളിലെ ഏറ്റവും നല്ലത് എൻ്റേതാണെന്ന് ഞാൻ മാത്രമാണ് പറയുക. അതിൽ സത്യമുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്നത് ഞാൻ മാത്രമാണ്. എന്നെ ശ്രവിക്കുന്ന വേറെ ഒരാൾ പോലും അത് അംഗീകരിക്കില്ല. കാരണം എൻ്റെ ചാനലിന് പല പോരായ്മകളുണ്ട്. ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഞാൻ നൽകുന്ന വീഡിയോകളുടെ ദൈർഘ്യമാണ്. ഒരു വീഡിയോയ്ക്ക് 45 മിനിറ്റ് ദൈർഘ്യമുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളുണ്ട്. മറ്റുള്ള ചാനലുകളിൽ വീഡിയോകൾ 3-4 മിനിറ്റിൽ അവസാനിക്കുമ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോകൾ അവസാനിക്കുന്നത് 45 മിനിറ്റിന് ശേഷമാണ്. ഈ ചാനലിന് ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ 1000 വ്യൂസ് പോലും അത് കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ദൈർഘ്യമാണ്. ചില വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ഫീൽഡിൽ കോളിളക്കം സൃഷ്ടിക്കും, വിപ്ലവം സൃഷ്ടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അപ്ലോഡ് ചെയ്ത വീഡിയോകളുണ്ട്. ഇത് മറ്റുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങൾ കാണുവാനിടയായാൽ അവർ ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടി ഇതിനെ ആശ്രയിക്കും എന്ന് പോലും ചിന്തിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോകളുണ്ട്. പക്ഷെ അതിനൊന്നും അംഗീകാരം ലഭിച്ചില്ല. കാരണം അതിൻ്റെ ദൈർഘ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള 3 മിനിറ്റുള്ള 4 മിനിറ്റുള്ള വീഡിയോകൾ എനിക്ക് തരുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇനിയുള്ള വീഡിയോകൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ പോകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. ഏറിയാൽ 12 മിനിറ്റുള്ള വീഡിയോകളായിരിക്കും ഇനി മുതൽ എൻ്റെ ചാനലിൽ ഉണ്ടാകുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുവാനുള്ള ഈ അനേകം യൂട്യൂബ് ചാനലുകളിൽ ഏറ്റവും നല്ലത് എൻ്റേതാണെന്ന്. പക്ഷേ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല, അത് അംഗീകരിക്കുന്നുമില്ല. ഏതായാലും അതിലെ സത്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. ആദ്യം പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലും നല്ലത് വേറെയുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു 10 മിനിറ്റ് കൂടി എനിക്കായി തരണം. ആ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലും നല്ലത് വേറെയുണ്ടോ എന്നുള്ളത്. വേറെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരെയും നിങ്ങൾ അറിയിക്കണം. എങ്ങനെ അറിയിക്കുവാൻ സാധിക്കും? നിങ്ങൾക്ക് ആ ചാനലിൻ്റെ പേര് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ലിങ്കും കൊടുക്കുവാനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൊട്ടുമുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ദൈർഘ്യമുള്ള വീഡിയോകൾ പൂർണ്ണമായി കണ്ടിട്ടുള്ളവരുണ്ടാകാം. എന്നെ ശ്രവിക്കുന്നവരിൽ അവരും ഉണ്ടാകാം. അവരും അടുത്ത വീഡിയോ കാണണം. നിങ്ങൾക്കൊരു ആവർത്തനം തോന്നാം. കാരണം കഴിഞ്ഞ വീഡിയോകൾ എത്ര നല്ലതായിരുന്നുവെന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര രസകരമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ വീഡിയോ കാണാതെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കായിട്ട് കൂടിയാണ് അടുത്ത വീഡിയോ. ആ 10 മിനിറ്റ് വീഡിയോ നിങ്ങളും അത് കാണണം, എനിക്ക് ഊർജം പകരണം. അപ്പോൾ അടുത്ത വീഡിയോ പൂർണ്ണമായി കാണും എന്ന വിശ്വാസത്തോടു കൂടി ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. വേണമെങ്കിൽ ആ 10 മിനിറ്റ് വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാമായിരുന്നു. അങ്ങനെ ചേർത്താൽ വീണ്ടും ഡ്യൂറേഷൻ കൂടിയാൽ, ദൈർഘ്യം കൂടിയാൽ ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് പോലും നിങ്ങളിലെത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഏറ്റവും നല്ലതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നല്ലതല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കുക,
ഉപേക്ഷിക്കണം. താങ്ക് യു.